അടങ്ങിയിരിക്കുക. എപ്പോ നോക്കിയാലും ഒരു ഫോൺ അങ്ങോട്ട് പിടിച്ചേ, തന്നെത്താൻ അങ്ങോട്ട് കെട്ടി പഠിക്കും. 2 വർഷം കഴിഞ്ഞാലേ വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ളതാ. ഓ പിന്നെ വിദേശത്ത് പോകണം. ഞാൻ ഇവിടെ എവിടെയെങ്കിലേ പഠിക്കൂ. ഇപ്പൊ തന്നെ ഇവിടെ റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. എന്തോന്ന്? ആ റിവേഴ്സ് മൈഗ്രേഷൻ. വിദേശത്തുള്ളവരും ഇപ്പൊ ഇവിടെ വന്നല്ലേ പഠിക്കുന്ന. ഇവിടെ റോക്കറ്റ് സയൻസ് അല്ലേ പഠിപ്പിക്കുന്നേ. +2 ജയിച്ചാ എങ്ങനെങ്കിലും ലോൺ എടുത്ത് നിന്നെ ഞങ്ങൾ വിദേശത്ത് കയറ്റി വയ്ക്കും. എൻ്റെ അമ്മേ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ഇപ്പോൾ പുതിയ ലാബുകളിൽ നക്ഷത്രങ്ങളെ കുറിച്ച് വരെ പഠിക്കാം. നല്ല സൗകര്യമുണ്ട്. അതല്ലേ ഈ വിദേശീയർ പോലും ഇപ്പൊ ഇവിടെ വരുന്നത്. അപ്പൊ മോള് പോണില്ലേ? അപ്പൊ ഞങ്ങൾക്ക് പൈസ ലാഭിക്കാം. ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം അമ്മ ദോശ ചുടുമ്പം മക്കള് ഫോൺ എടുത്ത് വീഡിയോ പിടിച്ച് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഇടുകയും ചെയ്യാം. ലൈവ് സ്ട്രീമിംഗ് ദോശ മേക്കിംഗ്. ആ ഗുഡ് ഗേൾ. നമ്മളെല്ലാം വിദേശത്ത് പോയാലേ അവിടെ എൻ്റെ ക്ലാസ്സിൽ അവിടുത്തെ പിള്ളേരൊന്നും കാണൂല. ഫുൾ ഇന്ത്യക്കാരായിരിക്കും. അവരും ചോദിക്കും, കേരളത്തിൽ ഇത്രയും സംഭവം കണ്ടിട്ട് നീ എന്തിന് ഇങ്ങോട്ട് വന്നേന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സെറ്റാണ്. ഇത് ഈ ഓൾഡ് സ്കൂൾ മൈഗ്രേഷൻ ഒന്നുമല്ല, ഇതാണ് ന്യൂ ജെൻ എഡ്യൂക്കേഷൻ സ്വാഗ്. ഓക്കെ സുധീഷേ, എടാ ഞാൻ വിദേശത്തൊന്നും പോണില്ല. അമ്മ ഓക്കെ പറഞ്ഞ്. ഞാൻ അത് റെക്കോർഡും ചെയ്ത്. പിന്നല്ല ആദി